പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഒരു ഊട് വഴിക്കൊക്കെ നമ്മൾ അവിടെ എത്തി. അവിടെ ഇരുന്ന് തുടങ്ങുന്നതാണ് എൻ്റെ ട്വിസ്റ്റ്. അപ്പോൾ അതാണ് നമ്മൾ ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ട്വിസ്റ്റ്. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി തന്നെയാണ്. അതിലൂടെയാണ് സലാം ഖാനെ दूर तुझसे मैं रह के बताओ क्या करूं क्या करूं. ഹായ് ഓൾ, 1-to-1 മീഡിയ ചിറ്റ്ചാറ്റ് ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നാച്ചു കാലിക്കറ്റാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാച്ചുക്ക, വെൽക്കം ടു 1-to-1 മീഡിയ. താങ്ക് യു. നാച്ചുക്ക, ഈ ഒരു രംഗത്തേക്ക് എങ്ങനെയായിരുന്നു നാച്ചുക്കാൻ്റെ ഒരു വരവ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും. പിന്നെ അത് ഇപ്പം നിലവിൽ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നിട്ടുള്ള ഈ ഒരു പിന്നെ ഈ എന്താണ് അതിനെ പറയുക, ഒരു ഹൈപ്പിലേക്ക് വരുന്നത്, ഈ ആളുകൾ സ്വീകാര്യതയിലേക്കൊക്കെ വന്നത് മാക്സ് ഓർക്കസ്ട്ര ത്രൂവാണ്. പക്ഷേ അതിന് മുമ്പേ തന്നെ ഈ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ പിന്നെ പാട്ട് കേൾക്കും. പാട്ട് പാടുന്നതല്ല, പാട്ട് കേൾക്കുന്ന ആ ഒരു വല്ലാത്തൊരു ഇതാണ്. റഫീ സാബ്, മുകേഷ്, കിഷോർ, അങ്ങനെ ആ ഒരു പ്രധാനപ്പെട്ട ആളുകളുടേതൊക്കെ. അതെ, അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യുന്നത്. കാരണം നാച്ചുക്ക പാടുന്ന പാട്ടുകളെല്ലാം തന്നെ ഏതൊരു സിംഗറും പാടാൻ ആഗ്രഹിക്കുന്ന ആ റേഞ്ചുള്ള സോങ്ങുകളാണ് നാച്ചുക്കാൻ്റെ എല്ലാ സോങ്ങുകളും. അതിന് പ്രത്യേകം അപ്രിസിയേഷൻ നമ്മൾ പറയണം. താങ്ക് യു. ഇത് ഞാൻ കേട്ട് വന്നത് പിന്നെ വളർന്നത് ശരിക്കും റഫീ സാബ്, കിഷോർ, മുകേഷ്, ലതാജി ഇങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് ഗാനങ്ങളായിരുന്നു. പക്ഷേ അതൊന്ന് തികച്ചും ഡിഫറൻസ് ആയിട്ടാണ് ഞാൻ ഇപ്പം കലാരംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്രയും ഞാൻ വ്യത്യസ്തതയാർന്ന സോങ് എന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ എന്തായാലും രണ്ടുപേരും കേൾക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ നമുക്കൊരു പാട്ടിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് ഒന്ന് പോയാലോ? ऐसे लहरा के तू रूबरू आ गई, धड़कने बेतहाशा धड़पने लगी, धड़कने बेतहाशा धड़पने लगी, तेरे ऐसा लगा दर्द ऐसा जगा, तेरे ऐसा लगा दर्द ऐसा जगा, छुट दिल पे वो खाई मजा आ गया, मेरे रश के खमर. നെച്ചുക കൂടുതലും ഹിന്ദി സോങ്ങുകളാണെന്ന് തോന്നുന്നു അല്ലേ കൂടുതലായിട്ടും പാടുന്നത്? അതെ. ഓക്കെ, ഏതൊക്കെ പാട്ടുകളാണ് നെച്ചുക? ഞാൻ ഈ ഹിന്ദിനോട് കൂടുതൽ താല്പര്യം വന്ന് തുടങ്ങിയത് തന്നെ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പിന്നെ ഉപ്പ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞാൻ മലയാളത്തിനോട് എനിക്ക് കുറച്ചും കൂടുതൽ കമ്പം വന്നത്, മലയാള പാട്ടുകൾ ഞാൻ കേൾക്കുമെങ്കിലും പക്ഷെ അത് മലയാളം പാടാനൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ മലയാളം പാടി തുടങ്ങിയത് നമ്മൾ ഉമ്പായിക്കൻ്റെ ഒരു ഇത് ഗസൽ ഒരു ഇതിലേക്ക് മലയാളം എന്തായാലും കേൾക്കണം. ആരുടെ എല്ലാം പാട്ടുകളാണ് ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പിന്നെ നസറത്ത് ഫത്തഹ് അലി ഖാൻ സാഹിബിൻ്റെ, അതുപോലെ തന്നെ റാഹത്ത് ഫത്തഹ് അലി, അതെ, ഒരു സ്പെഷ്യൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് എനിക്കൊരു കുറച്ച് താല്പര്യം. എൻ്റെ വോക്കല് അതിനോടാണ് ടച്ച്. കേൾക്കുമ്പോഴേ നമുക്കറിയാം ആ ഒരു റേഞ്ച്. കൂടുതൽ പറയേണ്ട. അപ്പം ഞാൻ ഈ പാടുന്നത് പിന്നെ ഇതുപോലുള്ള പാട്ടുകളൊക്കെ പാടാനുള്ള കാരണങ്ങൾ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ്, എൻ്റെ ഫ്രണ്ട്സ് സർക്കിള്, അതായത് അവരുടെ സെലക്ഷനാണ് ഞാൻ പാടാൻ വേണ്ടി. ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് അവരാണ് സെലക്ട് ചെയ്യുക, ഇന്ന പാട്ടൊന്ന് പാടിക്കൂടെ എന്ന് പറയുമ്പോൾ ഞാൻ FBയിലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ വരുന്ന കമൻസുകളൊക്കെ ഇട്ടിട്ട് അതിന്ന് ഞാൻ ഇപ്പോൾ ഇനി കോഴിക്കോടുകൾ മാത്രമായിരിക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കില്ലല്ലോ, ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പുറത്തു പോയിട്ടുള്ള ഈ ഷോയിലിടയിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് പുതിയ ആളുകളെ കാണാനും ഇൻട്രാക്ട് ചെയ്യാനും, അപ്പോൾ അവരുടെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അതും വരുമല്ലോ ഈ ഒരു. അതെ.
പിന്നെ ഞാൻ ഈ മാർക്കറ്റിംഗ് ഇത് ഫീൽഡിലേക്ക് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പാടി വരുന്നുണ്ടെങ്കിൽ പോലും ഇതിലേക്ക് വന്ന കാരണങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ അതിൽ സോഷ്യൽ ഇതിൽ അത്ര ആക്റ്റീവ് അല്ലെങ്കിലും ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് ചെറുതായിട്ടൊരു ആക്റ്റീവുള്ള ഒരു ഇഷ്ടം പാട്ടിനായി കൂട്ടായ്മൻ്റെ അഡ്മിൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ഈ കൊറോണ സമയത്ത് പിന്നെ സോഷ്യൽ ഇതിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കൂടുതലായിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നത് പാട്ടിനുള്ള കൂട്ടായ്മ. തീർച്ചയായിട്ടും. അപ്പം അതിലൂടെ പിന്നെ ഒരുപാട് കണക്ഷൻസുകൾ സ്റ്റാർ സിംഗേഴ്സ് ആയിക്കോട്ടെ, പിന്നെ ഫ്ലോസ് 25 ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കണക്ഷൻസുകളൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഒരു കൊറോണ സമയത്ത് ഇതേപോലെ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തികച്ചും എൻ്റെ ഫ്രണ്ട് താരിഖ് പിന്നെ ജസ്റ്റ് ഞാൻ അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ട് ജസ്റ്റ് വാട്സപ്പിലിട്ട സമയത്ത് നീ എവിടാ, ഞാൻ പറയാം ഇങ്ങനെയാണ് ഒരു ഓണം സമയമായിരുന്നു. അപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോവാം, നമുക്കൊന്ന് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഒരു ഊട് വഴിക്കൊക്കെ നമ്മൾ അവിടെ എത്തി അവിടെ ഇരുന്ന് തുടങ്ങുന്നതാണ് എൻ്റെ ട്വിസ്റ്റ്. അപ്പോൾ അതാണ് നമ്മൾ ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ട്വിസ്റ്റ്. അതിൽ ഞാൻ പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് മുട്ടിയിട്ട് പാടുന്ന ആ ഒരു ഇതിൽ ഒരാൾ പിന്നെ വീഡിയോ എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ വാട്സപ്പ് കോളിംഗ് ഒക്കെ അല്ലേ, ആ കോളിങ്ങിലൂടെയാണ് നമ്മുടെ മാക്സ് സലാംക്ക് ഞാൻ അറിയില്ല, വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ. അത് ശരി. അവരെ പിന്നെ ജസ്റ്റ് ഫോക്കസ് ചെയ്തപ്പോൾ ആ ആളോട് തന്നെ പറഞ്ഞു പിന്നെ ഞാൻ ആരാണ്. ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ വളരെ ഊടുവഴി കൂടെ തീർച്ചയായിട്ടും വല്ലാത്തൊരു സ്റ്റോറി തന്നെയാണ്. അതിലൂടെയാണ് സലാംക്ക് തന്നെ. പല കലാകാരന്മാരും ബുദ്ധിമുട്ടിയതും പ്രശ്നത്തിൽ അകപ്പെട്ടതുമായ ഒരു സമയമാണ് കൊറോണ കാലം, നമുക്കറിയാം. തീർച്ചയായിട്ടും. അപ്പോൾ ആ സമയത്താണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് വന്നത്. അതെ നല്ല ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. അപ്പോൾ മാക്സ് സലാംക്കാണ് ഇതിലേക്ക് ക്ഷണിക്കുന്നത്. അതെ ഞാൻ കണ്ടിട്ടുണ്ടോ, കാരണം നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഒക്കെ വരുമ്പോൾ ഒരു മാക്സ് സലാംക്കാൻ്റെ പേര് എവിടെ എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. ഈ കലാരംഗത്തിൽ തന്നെ നമ്മൾ ഉള്ളതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗസലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതെല്ലാണ് നിങ്ങൾ? ഗസൽ ഞാൻ പിന്നെ ഒരുപാട് പാട്ടുകൾ കേൾക്കും, പക്ഷെ ഗസൽ കുറച്ച് ഡിഫിക്കൽട്ട് ഒരൈറ്റമാണ്. നമ്മുടെ സാധാരണക്കാരനൊന്നും പെട്ടെന്നൊന്നും പാടി എടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല ഗസലിൻ്റെത്. അതിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ പോലെ സാധാരണക്കാരൻക്ക് പാടാൻ വേണ്ടിയിട്ട് പിന്നെ തന്നു പോയിട്ടുള്ളതാണ് പങ്കിജ സാബ്ജി വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് പിന്നെ ഗാനങ്ങൾ നമുക്ക് വലിയ മെസ്സേജുകൾ വളരെ സിമ്പിളായിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഓഡിയൻസിന് പോലും അത് പാടാൻ തക്ക രീതിയിലൊക്കെ പങ്കിജ സാബ്ജി ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ പാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ആളുകൾക്ക് സ്വീകരിക്കാറുണ്ട്. തീർച്ചയായിട്ടും. മലയാളത്തിൽ ഗസൽ ആരുടെയാണ്? മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ എന്താണ് ഞാൻ പറയുക, മലയാള പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്, പക്ഷെ പാടാൻ അറിയില്ല. അതായത് നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫിലേക്ക് ഒരു മൂഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ചെയ്തത് ഗസൽ പിന്നെ മലയാളം ഗസൽ ആ ഒരു രൂപത്തിലേക്ക് വന്നപ്പോൾ അതിനോട് വല്ലാത്തൊരു മഹബത്ത് സ്ഥിരമായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ ശരിക്കും ഉറങ്ങാറുള്ളത് എന്ന് തന്നെ പറയാം. അങ്ങനെ അന്ന് കേട്ട് പതിഞ്ഞിട്ടുള്ള ഗാനങ്ങൾ പിന്നെ ജസ്റ്റ് ചെറുതായിട്ട് മൂളും എന്നല്ലാതെ അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മലയാളം ഗസൽ ഉമ്പായിക്കാൻ്റെ പാടി തന്നേ തരൂ. തീർച്ചയായിട്ടും ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ പാടിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു ശബ്ദത്തിൽ, കാരണം നേരത്തെ പാടി പാട്ട്. പിന്നെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നാട്ടിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അതും കൂടി നമുക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. വീട്ടിൽ അൽഹംദുലില്ലാ പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ പറയാനാണെങ്കിൽ പിന്നെ 94 ഉമ്മ മരിച്ചു. പിന്നെ അതുപോലെ തന്നെ 97 ഉപ്പ മരിച്ചു. പിന്നെ സിസ്റ്റർ ആ ഒരു ഇതിലാണ് ഞാൻ പിന്നെ വളർന്നതും. ഇപ്പം കുറച്ച് മുമ്പേ പിന്നെ സിസ്റ്ററും മരിച്ചു. നമ്മൾ 5 പേരാണ്, പിന്നെ 2 ആണും 3 പെണ്ണുമാണ്. അൽഹംദുലില്ലാ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ്. അതാണല്ലോ നമ്മുടെ വിജയം. നല്ല സപ്പോർട്ടാണ്. മക്കൾ 4 പേരാണ്. 3 പെൺകുട്ടികളാണ്, ഒരു പിന്നെ ബോയ് ഉണ്ട്. ഇരട്ട കുട്ടികളാണ്, ട്വിൻസുമാണ്. 18 വയസ്സായിട്ടുണ്ട്. പിന്നെ 10-11 വയസ്സായിട്ടുള്ള ഒരു മോളുണ്ട്.
പിന്നെ ചെറുത് 4-4.5 വയസ്സായിട്ടുള്ള അപ്പോൾ ഈ മോനുണ്ട്. സംഗീതപരമല്ലാത്ത സമയത്തുള്ള ആ ഒരു നമ്മളുടെ ഒരു പ്രൊഫഷൻ, ആ ഒരു സംഗീതമാണോ പ്രൊഫഷൻ അതോ? അല്ല, എൻ്റെ പിന്നെ സംഗീതം ഈ സോങ്സ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു പാഷൻ. ഞാൻ എൻ്റെ പ്രൊഫഷൻ ബിസിനസ്സാണ്. ഓക്കെ. ഞാൻ പിന്നെ ഏകദേശം 2002 മസ്കറിലായിരുന്നു, ഒമാനിലായിരുന്നു. പ്രവാസിയും കൂടിയായിരുന്നു. ഒരു നല്ലൊരു സമയത്ത് എന്നെ അങ്ങോട്ട് പറിച്ചു നട്ടതാണ്. പിന്നെ ഞാൻ വളരെ കുറഞ്ഞ സമയം അവിടെ നിന്നിട്ടുള്ളൂ. ഏകദേശം 2000 കഴിഞ്ഞല്ലോ. പ്രവാസത്തിൻ്റെ ഒരു സുഖം അറിയാം. അതെ. ഞാൻ കഴിഞ്ഞ ലീവിന് വന്നു, നാട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് യാത്ര, ചോറൊക്കെ കഴിക്കല, ഭക്ഷണം കഴിക്കല. അത് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കല്യാണം കഴിഞ്ഞൊരു കുറച്ചായിട്ടുള്ളൂ, 1 മാസം ഒക്കെ കഴിഞ്ഞു. അവൾക്കൊരു ചെറിയൊരു ഒരു ഇത്. അപ്പോൾ എനിക്കൊരു പ്രയാസമായിട്ട് തോന്നി, ഞാൻ പോയില്ല. അങ്ങനെ നാട്ടിൽ ഞാൻ എല്ലാം സഡനാണ് സംഭവിക്കുന്നത്. അതായത് ഇറങ്ങി എന്ന് പറയാം, യാത്രക്ക് ഒരുങ്ങി, അത് ആ സ്പോട്ടിൽ വെച്ചിട്ട് ക്യാൻസലായിട്ട്. എടുത്ത തീരുമാനങ്ങളൊക്കെ അൽഹംദുലില്ലാ റാഹത്തിന് ഇനിയുള്ള വഴികളിലും അങ്ങനെ നാട്ടിലെ പിന്നെ ഓസോൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്ഥാപനം, പിന്നെ ഫോട്ടോ ഫ്രെയിമിങ് മെറ്റീരിയൽസിൻ്റെ ഒരു കമ്പനിയുടെ കേരള ഡിസ്ട്രിബ്യൂട്ടറാണ്. അത് കുറച്ച് ഐറ്റംസുകൾ പിന്നെ മസ്കറ്റിലേക്ക് നമ്മൾ ഇന്റർനാഷണൽ ആണ്. അത് പിന്നെ ഖത്തറിലേക്ക് ഞാൻ കുറച്ച് നാച്ചു എന്ന ബ്രാൻഡും കൂടി ഇന്റർനാഷണൽ ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ എല്ലാ പ്രോഗ്രാമും വിജയമായെങ്കിലും നമുക്കതിലുള്ള എന്തെങ്കിലും ഒരു മാനസികമായ ഒരു വിഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെട്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയിട്ട് നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും അല്ലോ? ഈ പൊതുവെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതങ്ങനെ ഒരു ബോധർ ചെയ്യാത്തൊരു ആളാണ്. അതായത് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എന്നെക്കാളേറെ നിങ്ങൾക്കറിയാൻ പറ്റുന്ന വരും. അപ്പോൾ അതിലുണ്ടാവുന്ന സംഭവങ്ങൾ ഞാൻ മറികടക്കാൻ ശ്രമിക്കാറുണ്ട്. ഒന്നും മനസ്സിൽ കൊടുക്കാറില്ല, ഒന്നും ഇല്ല. അപ്പോൾ എല്ലാ ആളുകളും എന്നെ ക്യാച്ച് ചെയ്തിട്ടുള്ളൂ. അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പാട്ടുകളിൽ A to Z അവർ പിന്നെ ഓഡിയൻസ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ പിന്നെ സംഘാടകരായിക്കോട്ടെ, ആരാണെങ്കിലും അവർക്കും കൂടി കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഞാൻ ശ്രമിക്കാറുള്ളൂ. അതെ, ഇത് എല്ലാ കലാകാരന്മാർക്കും ഒരു മാതൃകയാണ്. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും, പിന്നെ ഈവൻ ഷിയാസ് ആണ് ഉദാഹരണത്തിന് വെക്കാം, എൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ പോലും എൻ്റെ മുഖം എൻ്റെ അവരടുത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ പോലും പ്രതികരിക്കില്ല. അതാണ് അതിൻ്റെ രഹസ്യം. അതിപ്പം പറഞ്ഞിട്ടോ ആൾക്കാർ മനസ്സിലാക്കിയത്. അതെ. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്തൊരു മലയാളം ഗസലിലേക്ക്. ആയിക്കോട്ടെ. നിലവിളിച്ചും നിലാമഴ പെയ്യുന്ന ഭോജനശാലൻ കോണിൽ, നിലവിളിച്ചും നിലാമഴ പെയ്യുന്ന ഭോജനശാലൻ കോണിൽ, കുയിലുകൾ പോൽ ഇണക്കുയിലുകൾ പോൽ, കുയിലുകൾ പോൽ ഇണക്കുയിലുകൾ പോൽ ഗസലുകൾ പാടുന്ന നിങ്ങളാരോ, നിലവിളിച്ചും നിലാമഴ പെയ്യുന്ന ഭോജനശാലൻ കോണിൽ. ഒരു നല്ലൊരു മലയാളം സോങ് ഞങ്ങൾക്ക് തന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്രണ്ട്സ് സർക്കിളിലേക്ക് പോവാം. കോഴിക്കോട് ഒരുപാട് ഫ്രണ്ട്സ് സർക്കിള് ടോട്ടലി കോഴിക്കോട് മാത്രമല്ല എല്ലാ ഭാഗങ്ങളിലും, പക്ഷേ എസ്പെഷ്യലി നമ്മുടെ കോഴിക്കോട് ഒരു പ്രത്യേക ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഉള്ളതാണ്. പൊതുവെ ഞാൻ പിന്നെ ആരോട് ഇടപഴകുകയാണെങ്കിലും അവർ എന്നെ ചേർത്ത് പിടിക്കുന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ. ഒരാൾക്കും എന്നോട് ഒരു പ്രയാസം തോന്നുന്ന രീതി ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ അവരെല്ലാവരായിട്ടും നല്ലൊരു അറ്റാച്ച്മെൻറ്റാണ്. അത് സ്പെഷ്യലി എന്നോട് പറയണ്ട, ഞാനും അതിൽ പെട്ട ഒരാളായിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ഷഡ്ജം, പിന്നെ അതുപോലെ തന്നെ ഷഡ്ജം ക്ലബ്ബാട്ടോ, ബീച്ചിലുള്ള ക്ലബ്ബ്. അതിലൂടെയൊക്കെ ഞാൻ വല്ലാതൊരു പ്രമോഷൻ എനിക്ക് വന്നിട്ടുള്ളത്. ബീറ്റ്സ് ഓഫ് വോയിസ് ഉണ്ട് നമ്മുടെ ഫ്രാൻസിസ് റോഡ് ഭാഗത്ത്. ആ ഒരു ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു
സർക്കിൾ അവരൊന്നും കൂട്ടിപ്പിടിക്കുക എന്നല്ലാണ്ട് അവരൊരു കാരണവശാലും നമുക്ക് പിന്നെ ഇപ്പോൾ ഉള്ള ആ ഒരു പൊസിഷനിൽ അവർക്ക് എന്നോടൊരു ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്. അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നില്ല എന്നല്ല. കാരണം പിന്നെ പോകുന്ന വഴികൾ അങ്ങനെയാണ്. പക്ഷെ ഞാൻ ആദ്യം അവരായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റേജ് ഇങ്ങനെ മാറുന്നതനുസരിച്ച് അവർക്ക് കിട്ടാത്തൊരു വിഷമം അവർ എന്നോട് പ്രകടിപ്പിച്ചു. അത് നിങ്ങൾ വളർച്ചയിലായതുകൊണ്ട് അത് അവർക്ക് പ്രശ്നമായി, അവർക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാലും അവർ എന്നായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാറ് സപ്പോർട്ടാണല്ലോ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നച്ചൂക്കാൻ്റെ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു. ഒരു ഡോക്ടർ ഞാനത് എവിടെയോ കേട്ടറിഞ്ഞൊരു കാര്യമാണ്, അതിനെക്കുറിച്ചൊന്ന്. ഓക്കെ. അതും പിന്നെ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. കാരണം മരിച്ച് ജീവിക്കുക എന്നൊക്കെ ഉള്ളത് പറഞ്ഞല്ലേ, അതേപോലുള്ളൊരു സംഭവമാണ് അത്. പിന്നെ കഴിഞ്ഞ നോമ്പിനല്ല, അതിന് മുമ്പുള്ള നോമ്പിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു നോമ്പ് കഴിഞ്ഞു. സെക്കൻഡ് നോമ്പിൽ പിന്നെ അത്താഴം കഴിക്കണം മുന്നേ ത്രാവിയൊക്കെ കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് കിടന്നതാണ്. അത്താഴം ഉണ്ടായതിനെ കൊണ്ട് നമ്മൾ ഭക്ഷണം എന്ത് ചെയ്യില്ല, മുമ്പേ കഴിച്ച് കിടക്കുന്ന നമുക്ക് ഇല്ല, അത്താഴത്തിന് എണീക്കണം എന്നുള്ള ഇതുകൊണ്ട്. അപ്പം കിടന്ന് വളരെ കുറഞ്ഞ ഒരു 10-20 മിനിറ്റ് ആയിട്ടുള്ളൂ. എനിക്കൊരു ചെറിയൊരു, അതായത് ബ്രെയിനിലെ വെയിന് ബബിൾസ് കൊണ്ട് പൊട്ടിയതാണ്. വെയിൽ പൊട്ടിപ്പോയത്. അപ്പോൾ പൊതുവെ ഞാൻ അറിയില്ല ആ ഒരു സംഭവം. പിന്നെ എന്താണ് അതിന് പറയുക, വല്ലാത്തൊരു വിവരിക്കാൻ കഴിയാത്ത, പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു സംഭവങ്ങളാണ്. എല്ലാവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ എൻ്റെ ഒരു നസീബ് ആളുകൾ കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ആ ഒരു ചേർത്ത് പിടിക്കുന്നതിനെ കൊണ്ട് തന്നെ ആ ഒരു നിമിഷങ്ങൾക്ക് കൊണ്ടിട്ട് തന്നെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആളുകൾ വീട്ടിൽ വെച്ചിട്ടാണ് ആളുകൾ അവിടെ വന്ന് ചേരുകയും അതുപോലെ തന്നെ സ്പോട്ടിൽ പിന്നെ ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ എത്തുകയും വളരെ പിന്നെ ഡിസിഷൻ എടുക്കാനുള്ള ആളുകൾ വരെ, പ്രത്യേകിച്ചിട്ട് എൻ്റെ അളിയനൊക്കെ പ്രത്യേകിച്ചിട്ട് മസ്കറ്റിലാണ്, അവർക്ക് ബിസിനസ്സാണ്. അവർ ആ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും വളരെ പിന്നെ ഫാസ്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ശരിക്കും തിരിച്ച് കിട്ടിയതാണ് ആ ഒരു ഇതുകൊണ്ട്. കാരണം ഇത് ആനോറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്, ബ്രെയിനിൽ വരുന്ന ഒരു ഡാമേജാണ്. അത് സാധാരണ ഡോക്ടർ നൗഫൽ ബഷീർ ഡോക്ടർ പിന്നെ വന്നിട്ട് സർജറി കഴിഞ്ഞിട്ട്, പിന്നെ സർജറി കഴിയണമെന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ, കാരണം എൻ്റെ ആ ഒരു അവസ്ഥകൾ അങ്ങനെ. ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ പിന്നെ സ്ട്രെച്ചർ ഉണ്ടാവുമല്ലോ, അതിൽ കെട്ടിയിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്ററോട് ചോദിച്ചു, എന്നെന്താ ഇങ്ങനെ കെട്ടിയിട്ട് ഇരിക്കണമെന്ന് വെച്ച്. കാരണം ഭയങ്കര വയലൻ്റാന്ന് പറഞ്ഞത്. അതായത് ഒരു 5-10 മിനിറ്റ് കൂടുമ്പം ഭയങ്കര പെയിനാണ്. അപ്പം ആ ഒരു സമയത്ത് എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ എണീറ്റ് ഓടുക, ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ. ആ സമയത്താണ് ഡോക്ടർ എൻട്രി വരുന്നത്. ഡോക്ടർ വന്ന് നേഴ്സ് പറഞ്ഞു വല്ലാതെ എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നോർമൽ ചെയ്യും. അങ്ങനെ കുറഞ്ഞ സമയം ഒരു നോർമൽ ഉണ്ടാവുമല്ലോ. ആ നോർമൽ സമയത്ത് ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചത് എന്താണെന്നറിയാം. ഫസ്റ്റിൽ ചോദിച്ചത്, ഡോക്ടർ എനിക്ക് പാടാൻ കഴിയുമെന്നില്ല. അതാണ് ഇഷ്ടം. ആ ഡോക്ടർ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പുറത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തതും ഈ ഒരു സംഭവമാണ്. ആദ്യം തന്നെ ചോദിച്ചത് എങ്ങനെ പാടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം ആ ഒരു ഇതിന് ആ ഡോക്ടർ എടുത്ത് നൗഫൽ ബഷീർ ഡോക്ടർ, ആ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ആ ഡോക്ടറായിട്ട് അതിലൂടെ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ എന്നോട് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. ഏകദേശം റിലീസായ സമയത്ത് എന്നോട് പറഞ്ഞു, നാച്ചുവിനെ പോലുള്ള ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണം, ഒരു ഇത് പിന്നെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ, ഒരു ഇത് ഇത്രയേ ഉള്ളൂ, ഇന്ന സംഭവങ്ങളുള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു വളരെയധികം സെറ്റായിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ പറയുമ്പോഴാണല്ലോ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ പോയിട്ട് ചെയ്ത് കൊടുക്കണോ, ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാ. പിന്നെ പറയാനുള്ളത്, കോഴിക്കോട് വെച്ച് നടന്നൊരു പ്രോഗ്രാം, അത് കാണാൻ ഞാനും ഉണ്ടായിരുന്നു അവിടെ, നമ്മളന്ന് കണ്ടായിരുന്നു. അത് ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ്. 6 മാസം റെസ്റ്റാണ്. ഞാൻ വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ തന്നെ 6 മാസം റെസ്റ്റുമാണ്. 6 മാസം എന്നതിൻ്റെ ശേഷം 1 വർഷം തന്നെ പറയാം. എന്നതിൻ്റെ ശേഷം പതുക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഞാൻ ഇതിലേക്ക് നീങ്ങിയാണ്. ഡോക്ടർ പറഞ്ഞ യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ല, ഇതിലേക്ക് നീങ്ങിക്കും, എല്ലാവിധ സപ്പോർട്ട്സുകളും കാര്യം ഡോക്ടർ ഇങ്ങനെ ഓരോ മരുന്നുകളും കാര്യം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ല എന്നുള്ളത് തന്നെ പറയാം. ഞാൻ പ്രത്യേകം പിന്നെ എൻ്റെ പ്രാർത്ഥനയിലും പിന്നെ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എൻ്റെ കൂട്ടുകാരും പ്രത്യേകിച്ചിട്ട് ഈ ഡോക്ടർ
എന്നെ സപ്പോർട്ട് ചെയ്തിട്ട നൗഫൽ ബഷീർ ഡോക്ടർക്കും, പിന്നെ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത് പ്രത്യേകിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിരവധി ആളുകളെ, പ്രത്യേകിച്ച് നോമ്പും കാര്യങ്ങളൊക്കെയാണ് എന്നെ പിന്നെ എൻ്റെ ഓരോ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ കംപ്ലീറ്റ് മിംസ് പരിസരത്ത് ഇങ്ങനെ ഉണ്ടാവും. എൻ്റെ ഓരോ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു വല്ലാത്തൊരു പിന്നെ ഇഷ്ടവും സന്തോഷമൊക്കെ അറിയിക്കാണ്. ഞാൻ ഈ ചെറിയൊരു തിരക്കുകൾ കാരണം അവർക്ക് ചെറിയൊരു വിഷമങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഡീപ്പ് നമുക്ക് മനസ്സിലാവും. ശരിക്കും പറയുമ്പോൾ നമുക്ക് ആ മിംസിന്റെ കോറിഡോറും പരിചയമുള്ളതുകൊണ്ടായിരിക്കും നമുക്കും കിട്ടുന്നുണ്ട് ആ ഒരു കാര്യം. എന്നതിന് ശേഷം ഞാൻ പിന്നെ ഈ ഒരു ഹൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ബീച്ചിൽ വലിയൊരു അതിൽ പിന്നെ നമുക്ക് പറയാൻ പിന്നെ എന്താണ് പറയാം, മാക്സ് സലാംക്കെ കുറിച്ച് നേരത്തെ പറഞ്ഞത്. സലാംക്ക അതേമാതിരി തന്നെ ഫിറോസ് ഖാൻ ഉണ്ട്. അതങ്ങനെ രണ്ട് എഴുതും പോലും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഭയങ്കര ഒരു കോർത്ത് നിൽക്കാൻ പറ്റിയുള്ള ആളുകളാണ്. അത് എൻ്റെ കാര്യങ്ങളിൽ പിന്നെ എന്ത് ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നതുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് പുറത്തുനിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ സലാംഖനോട് ഫിറോസ് ഖാനോടായിരിക്കും ചോദിക്കുന്നത്. അവരാണ് കാര്യങ്ങളൊക്കെ എന്നെ മുന്നോട്ട്. കോഴിക്കോട് ബട്ടറൂട്ടിലെ പ്രോഗ്രാമിൽ ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബാക്കി. അതെ, മൊത്തം ഞാനത് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അന്ന് മുഴങ്ങിക്കേട്ടൊരു പാട്ടുണ്ട്. അതല്ലാണ്ട് നാച്ചു കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു എല്ലാവരുടെ മനസ്സിൽ കയറി വരുന്നൊരു സോങ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ളവർക്ക് ആ ഒരു സോങ് വീണ്ടും മനസ്സിലേക്ക് കയറി വന്നതായ ഒരു പ്രോഗ്രാമിന് ശേഷമാണ് എനിക്ക്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സോങ്ങിലേക്ക് എന്തായാലും പോയേ പറ്റൂ. തീർച്ചയായിട്ടും പോകണം. ഷിയാസിനെ കുറിച്ചിട്ട് പിന്നെ നമ്മൾ ഫേസ്ബുക്കിലൂടെ അല്ല, ആ ഇഷ്ടം ഗ്രൂപ്പിലൂടെ ഉള്ള ഒരു ചാറ്റിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും അപ്പോൾ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു, നേരിട്ട് വരുമെന്ന് പറഞ്ഞു. ആ പ്രോഗ്രാമിന് വന്നു, കണ്ടു, എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ അന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു നമ്മൾ പോകുമ്പോൾ ഖത്തറിൽ വന്നപ്പോൾ അതെ സ്റ്റേജ് ഷെയർ ചെയ്യാന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അതും എനിക്ക് നമ്മള് എന്താ പറയുക, മനസ്സ് അറിഞ്ഞ് ഇവിടെ വരുന്ന മുമ്പേ ഞാൻ അറിയുമെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് ഷിയാസിനെ കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് അറിയുന്നത്. കാരണം ഇവിടെ വലിയൊരു ബാൻഡ്, ഖത്തർ റീൽസ് മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞ ഒരു ബാൻഡ് നമുക്ക് ഖത്തറിലുണ്ട്. ഒരു അത്യാവശ്യം നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ആ ഒരു ബാൻഡിൽ നമുക്ക് ഇവിടെ ഞാൻ പല ഭാഗങ്ങളും ഇപ്പോൾ മസ്കല സലാല ഞാൻ പ്രോഗ്രാം പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദുബായിന് പ്രോഗ്രാം. ദുബായിൽ പ്രോഗ്രാം ഞാൻ 22-ന് പിന്നെ ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ട് പോകുന്നതാണ്. പക്ഷെ അതിനിടയ്ക്ക് വേറൊരു പ്രോഗ്രാം, നമ്മൾ നാഷണൽ ഡേൻ്റെ ഒരു പ്രോഗ്രാമിന് പിന്നെ പോകേണ്ടി വന്നു. അത് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് ഈ നാഷണൽ ഡേൻ്റെ പ്രോഗ്രാം. ഈ ഫസ്റ്റ് പ്രോഗ്രാം പിന്നെ വന്ന ഭയങ്കര ഹൈപ്പ് ലെവലിൽ ആയി പോയിട്ടുണ്ട്. സലീം കായ് PRO വർക്കിൻ്റെ ടീം, ഒരു ടീമും പിന്നെ എന്നെ പൊതുവേ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ അത്ര ആക്റ്റീവ് അല്ലാത്തതിനെ കൊണ്ട് പിന്നെ ഇവർ ഒരുപാട് പാടുപെട്ടു എന്ന് പറയാം എന്നെ അവിടെ കൊണ്ടുവരാനും ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനും. പിന്നെ ഈ സലീം ഖാ PRO വർക്കിൻ്റെ കാസർഗോഡുകാരനാണ്, സലീം ഷാ എന്ന് വിളിക്കും. അവരൊരുപാട് പ്രയാസപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ആ ഒരു ഇഷ്ടപ്രകാരമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അവിടെ എത്തുന്നത്. അപ്പം പിന്നെ സാധാരണ നോർമലായിട്ട് ആളുകൾ വരുന്ന സംസാരിക്കണമെന്നല്ലാണ്ട് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെ ഒരു ആളാണ് എന്നുള്ള ഒരു രീതിയിലൊന്നും അവരെ ബാധിക്കുന്നില്ല. പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ ഡിഫറെൻ്റായി ഒരു വല്ലാത്തൊരു അനുഭവം. അതായത് അവർക്ക് തന്നെ ഒരു മാനസികമായിട്ട് നമ്മൾ ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെയുള്ള ഒരു വിഷമം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് വന്നിട്ടുള്ള ഒരു 22-ന് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പ്രോഗ്രാമിന് ഇവർ പ്രധാനികളായിട്ടുള്ള എല്ലാ ആളുകളും ഫാമിലിയോട് കൂടിയിട്ട് അവിടെ എത്തി എന്നുള്ളതാണ് ആ പ്രോഗ്രാമിന്. കാരണം അവരെ ആ രീതിയിൽ വരെ അവിടെ സ്വീകരിച്ചു. തീർച്ചയായും നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയിക്കുമ്പോഴാണ് ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുക എന്നുള്ളതിൻ്റെ. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഞാനിപ്പം ഇവിടെ ഖത്തറിൽ വന്നത് നമ്മുടെ സലാംക്ക പിന്നെ ഇവിടെ ഇത്ര 10-15 ദിവസം മുമ്പ് ഇവിടെ വന്നിക്കണം. ഇതിൻ്റെ കാര്യങ്ങളിൽ സംസാരിക്കാനായിക്കോട്ടെ ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ചിട്ടാണ്. സലാംഖിനെ നമുക്കൊന്നും ഒരിക്കൽ കാരണവശാലും പിന്നെ ഒഴിവാക്കിയിട്ട് തന്നെ സംസാരിക്കാൻ പറ്റില്ല. ഒത്തിരി നേരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് മാക്സ് സലാംഖ. അപ്പോൾ ഇവിടെ ശരിക്കൊരു മിസ്സിങ് നമുക്കത് ഫീലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സലാം ഖാനെയാണ് നമുക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സലാം ഖാനെ എന്തായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. മാക്സ് സലാംഖ എന്നൊരു പേര് കലാരംഗത്ത് ആർക്കും അപരിചിതമായിരിക്കില്ല. സുപരിചിതമായൊരു പേരാണ് മാക്സ് സലാംഖ. 30 വർഷക്കാലത്തോളമായി മാക്സ് ഓർക്കസ്ട്രയിൽ നിന്ന് ഇപ്പോൾ മാക്സ് മ്യൂസിക് ബാൻഡായി മാറിയിരിക്കുന്ന സലാംഖയാണ് സ്വാഗതം ചെയ്യുന്നത്.
സലാം കാ, ഇത്രയും നേരം നാച്ചു കേരള ചാറ്റിങ്ങിൽ ഫസ്റ്റ് മുതൽ ഇപ്പോൾ വരെ കേൾക്കുന്നൊരു പേരാണ് സലാം മാക്സ് എന്നുള്ള പേര്. അപ്പോൾ നിങ്ങളും നാച്ചുക്കും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, അതിനെ കുറിച്ചൊന്ന് അറിയണം. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് കുറഞ്ഞ ചെറിയൊരു കാര്യങ്ങൾ എനിക്ക് ദോഹയിലായത് കാരണം ഖത്തറിലുള്ള തീർച്ചയായിട്ടും നമ്മളും അത് കേൾക്കാൻ. എൻ്റെ ജീവിതത്തിലെ കലാജീവിതത്തിൻ്റെ തുടക്കം ഇവിടെ ഖത്തറിൽ വെച്ചിട്ടുണ്ട്. ഖത്തറിൽ തന്നെയല്ലോ. ഖത്തറിലാണ് ഞാനിവിടെ എത്തുന്നത് 1988 ഖറാഫ സൂക്കിൽ അലി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഷോപ്പിലാണ് ഞാൻ ഇവിടെ ജോലിയായിട്ട് എത്തുന്നത്. ആ ഒരു സമയം തന്നെ തുടങ്ങിയതാണ് നമ്മളൊരു സ്ഥാപനം എന്ന രൂപത്തിൽ സരിഗ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു സരിഗ മ്യൂസിക് ഇപ്പോഴും ഖത്തറിൽ ഉണ്ട്. അന്ന് ഞാൻ അതുപോലെ തന്നെ നമ്മളെ കൂടെ ആശിം പുത്തൂർ, നൂറുദ്ദീൻ മരിച്ചുപോയി, അദ്ദേഹം കരീം, അദ്ദേഹം ഈ അടുത്ത മരിച്ചു. ഞങ്ങൾ 4 പേര് കൂടി തുടങ്ങിയ ഒരു മ്യൂസിക്കൽ ട്രൂപ്പാണ് സരിഗ മ്യൂസിക്. അന്ന് മലയാളി ഓർക്കസ്ട്രയായിട്ട് എക്കോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത്തെ ഒരു ട്രൂപ്പാണ്. പിന്നെ ശംസുദ്ദീൻ, ക്വാളിറ്റി ശംസുദ്ദീൻ, അവരൊക്കെ നമ്മൾ ആ ഒരു 5 പേര് കൂടി തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു തുടക്കമാണ് എൻ്റെ സംഗീതത്തിൻ്റെ ഈ ഒരു യാത്രയിലെ ഫസ്റ്റ്. പലയിടങ്ങളിലും തുടക്കം. അതെ, ഇവിടെ നാട് ഖത്തർ എന്നാണ് ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നതിന് ശേഷം നാട്ടിൽ വീണ്ടും സജീവമായി ഓർക്കസ്ട്ര, പിന്നണി ഗായകന്മാർ, അതുപോലെ റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റുകൾ, അതുപോലുള്ള എല്ലാ കലാകാരന്മാരെയും, കൊല്ലം ഷാഫി, ആഷിഖ് മുതൽ എല്ലാ കലാകാരന്മാരും, കണ്ണൂർ ഷരീഫ് ഒക്കെ വെച്ച് കുറേ ഗാനമുള്ള പരിപാടികളായിട്ട് സജീവമായിട്ട് നാട്ടിൽ തന്നെ സെറ്റിലായിരുന്നു. അത് വർഷങ്ങളായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു മാഷാ അല്ലാ. അതിൽ ഇപ്പോൾ നാച്ചു കാലിക്കറ്റ്, നിങ്ങളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ നാച്ചു കാലിക്കറ്റിനെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് ഒരു 3 വർഷം മുമ്പാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ കോളിലൂടെ എനിക്ക് കാണിച്ചു തന്നതാണ് നാച്ചുവിനെ. ഞാൻ അങ്ങനെ കാണുകയാണ് നാച്ചുവിൻ്റെ വീഡിയോയിൽ നല്ലൊരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ചായി. ഉടനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇയാൾ എവിടെയുള്ളതാണ്? അതെല്ലാം നമുക്ക് പറയാൻ സ്ഥലം, ആളെങ്ങനെയാണ്? പറഞ്ഞു സൂപ്പറാണ്, എനിക്ക് ഇദ്ദേഹത്തെ നേരിട്ട് കാണണം, ഒരു അവസരം ഉണ്ടാകും. പക്ഷേ കൊറോണൻ്റെ ആ ഒരു സമയമൊക്കെ ആയത് കാരണം നമുക്ക് കണ്ടുമുട്ടൽ ചെറിയ പ്രയാസമാണ്. എങ്കിലും ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങളൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ആലപ്പുഴ ഒരു ബോട്ടിംഗ് ട്രിപ്പിൽ, ബോട്ടിനകത്ത് തന്നെ 5000 വാട്ട് സൗണ്ട്സൊക്കെ വെച്ചിട്ട് വലിയൊരു സെറ്റപ്പോടെ നാച്ചു മാത്രം ഞാനും ഇരുന്നു. ഞാനൊരു പെർക്യൂഷൻ ആർട്ടിസ്റ്റാണ്. ജസ്റ്റ് ഒരു ബോങ്കോസ് എന്ന് പറഞ്ഞാൽ അതും ടാമറിനൊക്കെ വെച്ച് ഞങ്ങൾ ബോട്ടിൽ ഒരു ദിവസം തുടർച്ചയായിട്ടുള്ള ഒരു പാട്ട് പരിപാടിയാണ്. അദ്ദേഹം അന്ന് കുറേ നല്ല നല്ല പാട്ടുകൾ പാടിത്തന്നു. പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന കുറേ പാട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ ദിവസം ഞാൻ അദ്ദേഹത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ പോലെ ഇത് പ്രൊഫഷനായിട്ട് എടുക്കണം. അതിലൂടെ പിന്നെ ഉള്ളൊരു ജൈത്ര യാത്ര തന്നെയാണ് നാച്ചുവിൻ്റെ ഇതേവരെയുള്ള മാക്സിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ സാധിച്ചത്. അതാണ് നിങ്ങളെ ഒരു തുടക്കം. അതിൽ ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, നാച്ചുവിൻ്റെ ഒരു ബ്രദറിനെ പോലെയുള്ള ആളാണ്. അദ്ദേഹമാണ് നാച്ചുവിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പുള്ളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു നല്ല ക്യാമറമാനും ഒരു യൂണിറ്റൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ആ ഒരു സെക്ഷൻ അദ്ദേഹവും, സ്റ്റേജും പ്രോഗ്രാമും ഇവൻ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനും ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഏത് പ്രോഗ്രാം ഉണ്ടായാലും എവിടെയും പോകാറ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാച്ചുവിനെ പരിചയപ്പെട്ട ശേഷം 10-80 പരം സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതും വലുതുമായ സ്റ്റേജുകൾ വേറെയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ സ്ഥലത്തും ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഏത് കലാകാരന്മാരെ കൊണ്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യാറുണ്ട്, വിജയിക്കാറുണ്ട്, സംഘാടകർ നമ്മൾക്ക് നല്ല അഭിപ്രായങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ നാച്ചുവിനെ കൊണ്ടുപോയി ചെയ്യുന്ന ഓരോ സ്റ്റേജിൽ നിന്നും 1-2 പരിപാടി നമുക്ക് ബുക്ക് ചെയ്ത് വരാൻ കഴിയും. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു കലാകാരൻ എന്ന അത് നാച്ചുവിൽ കിട്ടി. അപ്പോൾ ഞങ്ങൾ വളരെ ഡീപ്പായി ആ ഒരു ബന്ധം. ഇപ്പം നാച്ചു ഒരു പാട്ട് സെലക്ട് ചെയ്താലും അത് പഠിച്ചാലും പാടി ആദ്യം നമുക്ക് കേൾപ്പിച്ചു തന്നു. സക്സസ് ആണെങ്കിൽ മാത്രമേ അത് നമ്മൾ ഔട്ട് ചെയ്യാറ്. ഞാൻ നാച്ചു മാത്രമായിട്ടായിരുന്നു തുടക്കം. നാച്ചു പാടുന്ന പാട്ടിലൊക്കെ ട്രാക്കിലാണ്. പക്ഷെ എൻ്റെ ഈ ബോങ്കോസ് ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ കൂടെ വായിക്കുമ്പോൾ ഒരു ലൈവിൻ്റെ ഫീലോടാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും പരിപാടി നടത്തിയത്. അത് ഇതുവരെ അതിനാരും മൈനസ് ആയിട്ട് ഇതുവരെ ആരും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പോസിറ്റീവേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു ലൈവ് ഫീൽ കിട്ടുന്നുണ്ട്. പക്ക ഒരുപാട് ഓർക്കസ്ട്ര ഇല്ലാതാണ്, പക്ഷേ നാച്ചു ഞാൻ ആ പരിപാടി വിജയിപ്പിച്ച്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മലപ്പുറം, കരുവാരക്കുണ്ട്, വയനാട്, മഞ്ചേരി, കോഴിക്കോടിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നാച്ചുവിൻ്റെതായ ഒരുപാട് ഫാൻസ് ഉണ്ട്. വെച്ചാൽ 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാരും നാച്ചുവിൻ്റെ ഫാൻസാണ്. കാരണം നാച്ചുവിന് ഇഷ്ടപ്പെടാൻ പറ്റുന്ന, നാച്ചുവിൻ്റെ ആ ഒരു സംഗീതത്തിനോടുള്ള ഇഷ്ടം, ആ ഒരു സ്റ്റൈലിഷ്, പുള്ളിയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു പ്രസൻറ്റേഷൻ ചിരിച്ചും കൊണ്ട് മാത്രമേ പാടുന്നുള്ളൂ. എല്ലാവരും മനം കവരാൻ പറ്റുന്ന ഒരു ഗായകൻ. അത് നാച്ചുവിന് പകരക്കാരനായിട്ട് വേറൊരു ആളില്ല.
ഈ മേഖലയിൽ നാച്ചുവിനോട് ആർക്കും ഒരു എതിരഭിപ്രായമില്ല. പിന്നെ കലാകാരന്മാരാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങളൊക്കെ ഉള്ളിലുണ്ടാവും. അവരെ മറികടക്കാൻ കഴിയുന്നൊരു മനസ്സും ഒരു ചിരിച്ച മുഖവും മാത്രമേ നാച്ചുവിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാച്ചു ഇന്ന് മാഷാ അല്ലാഹ് ഈ ഒരു ഇവിടം വരെ എത്തി. ഞങ്ങളിപ്പോൾ ദുബായിൽ 2 ഷോ ചെയ്തു, മസ്കറ്റിൽ ചെയ്തു, വീണ്ടും ഖത്തറിൽ ഇവിടെ എത്തി. ഇവിടെ വരാൻ സാധിച്ചതും നാച്ചുവിനെ ഇവിടെ ഒരു നല്ല പ്രോഗ്രാം ചെയ്യാൻ അവസരം കിട്ടിയതിലും റബ്ബിനോട് സ്തുതി പറയുകയാണ്. അപ്പോൾ അതിന് ഒരു കാരണം ഇവിടുത്തെ അഷ്റഫ് കൂട്ടായ്മയുടെ ഒരു അഷ്റഫ് ഉസ്മാൻ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ വന്നത്. ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് ഇപ്പം സിയാസിനെ നമുക്കൊന്ന് കാണാനും റെനീഷിനെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു. നിങ്ങൾ നമ്മളെ ഭാഗമായി നമ്മളെ കൂടെ നാച്ചുവിൻ്റെ പ്രോഗ്രാമിൽ കോറസ് പാടി തന്നു. വളരെ സന്തോഷം. ഇതിലെനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയല്ലേ മസ്കറിൽ സലാല പരിപാടി പുറത്തുള്ള കാര്യം കേട്ടോ. അകത്തും നമ്മുടെ നാട്ടിലും പ്രോഗ്രാമിൽ ഇസ്മായിൽ നമ്മളെപ്പം കട്ടക്ക് നിന്നിട്ട് പോകുന്ന നമ്മൾ 3 പേരാണ്. ഞാൻ ഇസ്മായിൽ ഗിറ്റാർ സ്ട്രീമയും പിന്നെ കോറസും അതാണ്. പിന്നെ നമുക്ക് പിന്നെ ദുബായിൽ പോയ സമയത്തും പിന്നെ അവിടെ നിന്നും നമുക്ക് കട്ടക്കായിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ മുന്നിൽ വന്നതെങ്കിലും പക്ഷെ നമുക്ക് എന്തായിട്ടില്ല എന്ന് പറയാം. നമുക്ക് ഒരു എന്നെ ഒരു ഇത് എന്നെ കവർ ചെയ്തും കൊണ്ടാണ് നമ്മൾ ഓരോ ആളുകൾ ഇപ്പോൾ കോറസ് ചെയ്യാൻ വിളിക്കുമ്പോൾ അവർ ഇതിലങ്ങനെ അത്യാവശ്യം പാടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പറയും എങ്ങനെ കോറസ് ചെയ്യാന്നുള്ള. പക്ഷേ അത്യാവശ്യം റേഞ്ച് ഇല്ലാത്തൊരു സിംഗർ പിന്നെ വന്നിട്ടില്ലെങ്കിലും വിഷയമാണ്. ആ ഒരു സിങ്ക് വരണ്ടേ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാളും ഭയങ്കര ഹൈപ്പിൽ നിൽക്കേണ്ടതാണ് കോറസ്. അവരാണ് ഹൈലൈറ്റ്. അത് പക്ഷെ അത് ആർക്കും അത് മനസ്സിലാവണില്ല എന്നുള്ളൊരു വീക്ക് പോയിൻ്റ് ശരിക്കും മാർക്കിലുണ്ട് കേട്ടോ. അതിനെ ടോട്ടൽ ഡിഫറെൻ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഖത്തറിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു അനുഭവം തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ഇത് ഷിയാസ് അന്ന് ആഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വേദിയിൽ പങ്കിടണം, തീർച്ചയായിട്ടും ഇതാക്കണം എന്നൊക്കെയുള്ളത്. അത് ഇപ്പോൾ തീർച്ചയായിട്ടും സാധിക്കാമെന്ന് മാത്രമല്ല, ഷിയാസിൻ്റെ ഈ ബാൻഡ് കാരണം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്. എങ്ങനെ അത് തികച്ച 2 ദിവസം കൊണ്ട് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും പക്ഷേ 2 ദിവസം കൊണ്ട് ഈ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ ബാൻഡിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള റിൻഷാദ് അല്ലേ, റനീഫ് അത്യാവശ്യം ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്ന സിംഗറാണ്. ആള് പിന്നെ ഷിയാസ് പറഞ്ഞപ്പം അത് ഏറ്റെടുത്ത് ആളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം വളരെ കുറഞ്ഞ ഇതായിട്ടുള്ളെങ്കിലും നമ്മൾ കോസ്റ്റ്യൂമിൽ വരെ വ്യത്യാസം വന്നത് ആ പുള്ളിക്കാരൻ്റെ കാരണമാണ്. കോസ്റ്റ്യൂമിൽ വരെ വ്യത്യാസം വന്നു. കാരണം സ്റ്റേജിലേക്ക് പിന്നെ എൻട്രോ ചെയ്യുന്ന മുമ്പേ തന്നെ നിർത്തിയിട്ട് അവനക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് എനിക്ക് അത് തന്നു എന്നുള്ളത്. എന്നെ ഡ്രസ്സിങ് കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വിട്ടത്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഭയങ്കര ഫീഡ്ബാക്ക് ആയിരുന്നു, തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖത്തറിന്റെ പേരിൽ ഞാൻ അടിപൊളിയാണ്. അത് നമുക്ക് ഒരിക്കലും സപ്പോർട്ടാണ്. ഈ ഒരു പരിപാടി വിജയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ട് ഇനി ഇൻഷാ അല്ലാഹ് ഒരു പ്രോഗ്രാം കൂടി നമുക്ക് ഇവിടെ ചെയ്യാൻ ഒരു അവസരം കൂടെ വന്നിട്ടുണ്ട്. 2 പ്രതിഭാഗന്മാരെ അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള ഇപ്പോൾ GCC ആ ഒരു ഇതിലേക്ക് ആണെങ്കിൽ പോലും നമുക്ക് പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടീംസാണ് ഇവർ. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് പിന്നെ എന്തായാലും കമ്മിറ്റി ആ ടീംസിനോട് സംഘാടകരോട് തീർച്ചയായിട്ടും കോറസിൻ്റെ കാര്യങ്ങൾ ഇവിടുന്ന് വരാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അതൊരു പിന്നെ ആ ഒരു എന്താണ് അതിന് പറയുക, നമ്മളെ പരിപാടിൻ്റെ മെയിൻ വിജയം തന്നെ കോറസ്. അപ്പം അതിനൊരു വലിയൊരു ബലം തീർച്ചയായിട്ടും ഇവിടെ വന്നതിന് ശേഷം അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും അറിയിക്കാം. അതിന് വലിയൊരു നന്ദി തീർച്ചയായിട്ടും. പാടുന്ന എല്ലാ പാട്ടുകളും ഹൈ പിച്ചാണ്, അറിയാലോ. അപ്പൊ അത് അത്രയും ഫോളോ ചെയ്ത് പാടാൻ ഒരു കോറസ് വരാന്നുള്ള ചിലർ മടിക്കുന്ന അതുകൊണ്ടാണ്. ചിലർക്ക് അത് പാടാൻ പറ്റാത്ത പ്രശ്നം. പിന്നെ ഞാൻ ഒരു കോറസ്, പക്ഷെ മെയിൻ സിംഗറെ സെയിം വാല്യൂ ആണ് കോറസിന്. അതിലിപ്പോ ഒരുപാട് പാടിയപ്പം മേരെ ദില്ലേ പുക്കാർ എന്നൊക്കെ പറഞ്ഞ ആ പാട്ടിലൊക്കെ ഫുൾ ത്രൂ ഔട്ട് കോറസ് അത് ഒരു SK കമർ. അപ്പൊ നിങ്ങളതായ ഭാഗം അന്ന് വന്ന് നമ്മളോട് പങ്കെടുത്തു, വളരെ വിജയിപ്പിച്ചു തന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോഗ്രാം ഇടം മുസ്തഫ 121 മൻസൂർ നമ്മളെ എല്ലാ ടീംസും പരിധിക്ക ഒരു കൂടെ പ്രോഗ്രാം കൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിലും നമ്മളെ ഭാഗമായിട്ട് ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വന്ന ആ പരിപാടിയിലും പങ്കെടുത്ത് വിജയിപ്പിച്ചു തരണം. ഇൻഷാ അല്ലാഹ്. നാച്ചുവിന്റെ
ഒരുപാട് പ്രോഗ്രാമുകൾ ഇനിയും നമുക്ക് ഇവിടെ ചെയ്യാനുള്ള തീർച്ചയായിട്ടും ഇവിടെ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നേരത്തെ സലാംക്ക പറഞ്ഞതുപോലെ നമ്മൾ പോകുന്ന സ്ഥലത്ത് പടച്ചോൻ്റെ ഒരു ഇതാണ്. നമ്മൾ പോകുന്ന സ്ഥലത്ത് ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എവിടെ പോവുകയാണെങ്കിലും അവിടുന്ന് എന്തായാലും നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് പോവുക. അവരോട് ടച്ച് ചെയ്ത് കണക്ഷനായിട്ടാണ് പിന്നെ നമ്മൾ വന്നിട്ട് ഇറങ്ങുന്നത്. അവർ രീതി ഉണ്ടായിട്ടുണ്ട് ഇതുവരെ. പക്ഷെ അത് ഉണ്ടാവും എന്നുള്ളൊരു ഇത് പിന്നെ ഒരു ഉറപ്പ്, ഒരു മനസ്സിനൊരു ആ ഒരു ഇതുണ്ട് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഉണ്ട്. അത് നിങ്ങൾ ഷിയാസിന് പ്രത്യേകിച്ചിട്ട് അറിയാം, അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഫീഡ്ബാക്കും വളരെ എനിക്കിപ്പോഴും ഫീഡ്ബാക്ക് വരുന്നുണ്ട്. കാരണം വലിയ സംഭവം എന്നുള്ളല്ലോ അതിലല്ല, പക്ഷെ ജനങ്ങൾ സ്വീകരിക്കുന്നു. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. തീർച്ചയായും അത് ഞങ്ങൾ ത്രൂ ഔട്ട് ആയിട്ട് ഷോ ചെയ്യാൻ പറ്റാത്തതേ ഉള്ളൂ. അതേ സമയത്ത് ത്രൂ ഔട്ട് ഷോ ആണെങ്കിൽ അതിന്റെ വേറെ പല ഘട്ടങ്ങളിലേക്ക് ആ പരിപാടി ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം വരും എന്നുള്ളത് പ്രതീക്ഷ ഉണ്ട്. തീർച്ചയായിട്ടും ഖത്തറിലെ കലാ സംഘടന കൂട്ടായ്മ എല്ലാവരും ഈ കാര്യങ്ങൾ നാച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി 1-to-1 മീഡിയക്ക് സാധിക്കട്ടെ. തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പിന്നെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എന്നെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ പൊതുവെ ഈ ഒരു ഫീൽഡിൻ്റെ ഒരു ഇതെന്തായാലും തീർച്ചയായിട്ടും അറിയാമല്ലോ. ഇതിലിപ്പോൾ തന്നെ ഇപ്പം പിന്നെ ഹലീം ഖത്തറിൽ അത്യാവശ്യം വലിയൊരു ഗസൽ ഒരു ഇതിലൂടെയൊക്കെ കീഴടക്കി പോയിട്ടുള്ള ഒരാളാണ് ഹലീം ഖാൻ. അവരൊക്കെ പിന്നെ നമ്മളൊരു ഗ്രൂപ്പ്, രംഗീല ഗ്രൂപ്പ് ഉണ്ട്. അഫ്താബ് പിന്നെ സിംഗർ അല്ലെങ്കിൽ പോലും ഒരുപാട് കഴിവുള്ള മനുഷ്യനെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനൊക്കെ എന്നെ ഒരുപാട് സഹായിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ JP മുഹമ്മദ് റഫി സാഹബ്ജിയുടെ ഒരുപാട് ഗാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സപ്പോർട്ട്. ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഉള്ളത് വരെ എന്നെ പേഴ്സണൽ ടച്ച് ചെയ്തിട്ട് വരും. ഇപ്പോൾ ഖത്തറിലേക്ക് വരുമ്പോൾ സലാംഖനോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വോയിസ് ഞാൻ ഇത് ചെയ്തിട്ട്, അതായത് ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ ഞാൻ പോകാനും, അവിടെ പോകണം. അവർ പിന്നെ ഹലീംക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ഹട്ട് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ പോയിട്ട് തൻ്റേതായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ ആളുകളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ്. അപ്പം തികച്ചും ശരിക്കും പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഒരു കൂട്ടിപ്പെടുത്താണ് എന്നെ ഈ ഒരു ഇതിലേക്ക് നയിക്കണത്. തീർച്ചയായും എൻ്റെ അടുത്ത് ഒരുപാട് പിന്നെ ഫോൾട്ടുകൾ ഉണ്ട്, അത് എനിക്കറിയാം. പക്ഷെ അതിനൊക്കെ കവർ ചെയ്തും കൊണ്ടിട്ടാണ് ഇവരെ ഒരു സപ്പോർട്ട്. പക്ഷെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഇപ്പോൾ പറഞ്ഞപ്പോഴേ ഞാൻ ഓർക്കുന്നത് ഒരുപാട് കോളുകൾ വന്നു, അദ്ദേഹം മലയാളി തന്നെയാണോ എന്താണെന്നുള്ളത്. കാരണം നിങ്ങളുടെ ആ ഒരു വാക്കുകൾ പറയുമ്പോൾ മോഡുലേഷനും സ്റ്റേജിലുള്ള ഒരു അപ്പിയറൻസും തികച്ചും അതൊരു മലയാളികളുടെ ഡിഫറെൻ്റ് ആണ്. വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നാച്ചു ഖാൻ്റെ ഓരോ സോങ്ങും ഓരോ വേദിയിലേക്ക് അവതരിപ്പിക്കുന്നത്. അത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പം പിന്നെ 1-2 സ്ഥലത്ത് കോറസിൻ്റെ ഈ ചെറിയൊരു പ്രോബ്ലംസ് വന്നപ്പം അവിടെ വരാൻ നിന്നിട്ടുള്ള കുറച്ച് ഹൈലൈറ്റ് സിംഗേഴ്സിൽ കോറസ് തരാം. പക്ഷെ ഒരു പാടി തുടങ്ങുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഫീല് വരുന്നുണ്ട്. കാരണം ഒന്നല്ല, അവർക്ക് ഈ പാട്ട് കഴിഞ്ഞിട്ട് അവരെ ചാൻസാണ്. അപ്പോൾ അവരെ ചാൻസിന് അവർക്ക് വോക്കലിന് പ്രോബ്ലംസ് വരും എന്നുള്ളത് കണ്ടിട്ട് അവർ മാറി നിന്നിട്ട് ഒക്കെ ഉണ്ട്. അങ്ങനെ മാറി നിൽക്കലാണ് ഒരുവിധ സ്റ്റേജുകൾ. പക്ഷെ അതിന് ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടിയത് എന്നുള്ളതാണ്. നാച്ചു ഖാനോട് ഈ സ്റ്റേജിലേക്ക് കയറുക എന്നുള്ളൊരു ഭാഗ്യമായിട്ട് കണക്കാക്കി നിൽക്കുകയാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും എല്ലാ ഗായകരുടെയും സ്വപ്നമാണ് ഹൈ റേഞ്ചിലുള്ള സോങ്ങുകൾ പാടുക എന്നുള്ള രീതിയിൽ. അതിന് അത്രയും നിങ്ങൾ കൂടുതൽ ഒരു സിംഗർ ഇല്ലായിരുന്നോ റിനീഷിന്റെ കൂടെ വേറൊരു അഷ്റഫ്? അത് അഷ്റഫ് കൂട്ടായ്മ എന്നുള്ള ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും എല്ലാവരും കോറസിൽ നമ്മൾ ഭയങ്കര ഞങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ്. ആൾക്കാർ വന്നിട്ട് ഞങ്ങൾക്കും കോറസ് നന്നായിരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക്. ഏതായാലും അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമാണ് ഖത്തറിൽ പിന്നെ വന്നിട്ട് കിട്ടിയത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പിന്നെ മാറോട് നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റിയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ ഖത്തറിന് ഈ സമയം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് കിട്ടാൻ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവസരങ്ങൾ ഇങ്ങനെ കിടക്കുക. തീർച്ചയായിട്ടും അതിന് ഇതൊരു മീഡിയ അതിനൊരു പിന്നെ സപ്പോർട്ടായിട്ട് കാരണമാവട്ടെ. തീർച്ചയായും ഒരുപാട്. കാരണം ഖത്തറിൽ നമ്മളുടെ നാച്ചു ഖാൻ്റെ പ്രോഗ്രാം കണ്ടത് ചെറിയൊരു വിഭാഗം ആളുകളാണ്. അപ്പോൾ ഇനി ഒരുപാട് ആളുകൾ ഇവിടെ തീർച്ചയായിട്ടും കിടക്കുകയാണ് സലാം ഖാൻ്റെ മാന്ത്രികത കാണാൻ സ്റ്റേജിൽ. ഇൻഷാ അല്ലാഹ് അതിനൊരുപാട് പഠിച്ചോൻ വഴി. ഇൻഷാ അല്ലാഹ്. അപ്പോൾ സലാം ഖാൻ,
നേരത്തെ നമ്മുടെ സംസാരത്തിൽ സലാംക്ക ചില കാര്യങ്ങൾ ടച്ച് ചെയ്തങ്ങ് പോയിട്ടുണ്ട്. നാട്ടിലും ഇവിടെയായിട്ട് ഒരുപാട് പരിപാടികൾ ചെയ്തു എന്ന് സലാംക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഏതൊക്കെയായിരുന്നു, ആരൊക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നുള്ളതിനെ കുറിച്ചൊരു. നാട്ടിലെ പ്രോഗ്രാമിൽ കൂടുതലും നാട്ടിൽ നടക്കുന്നത് സീസൺ ടൈമിൽ ഈ ഉത്സവം പ്രോഗ്രാംസിലാണ്. അപ്പോൾ അതിൽ പ്രഗത്ഭരും പ്രശസ്തരായിട്ടുള്ള പിന്നണി ഗായകർ സുജാത, MG ശ്രീകുമാർ മുതൽ അങ്ങനെ റിമി ടോമി ഷോ ഇവിടെ ഖത്തറിൽ മുടാടി ഫെസ്റ്റ് ഒരു പ്രോഗ്രാം അത് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. 5-6 ഷോ അല്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേണുഗോപാൽ, മഞ്ചരി, അങ്ങനെയുള്ള ഒരുപാട് പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ ഷോകളും കൂടാതെ സ്റ്റാർ സിംഗേഴ്സിലുള്ള പ്രഗത്ഭരായിട്ടുള്ള എല്ലാവരെയും വെച്ച് നല്ല നല്ല ഷോസ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുവരെ നടന്ന എല്ലാ പ്രോഗ്രാമിലൂടെയും ഒരുപാട് നല്ല കുറേ കലാകാരന്മാരെ എനിക്ക് വളർത്തിക്കൊണ്ടാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് എൻ്റെ കൂടെ ചേർന്ന് നിന്ന് കൊല്ലം ഷാഫി, എൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് എൻ്റെ കൂടെ രാപകൽ എൻ്റെ ഓർക്കസ്ട്രയിലെ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യം ചെയ്യാനും അദ്ദേഹത്തിന് പാട്ടിനോടുള്ള ഇഷ്ടം അങ്ങനെ വന്നിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ തന്നെ നിന്ന് ഈ ഒരു മേഖലയിൽ അറിയപ്പെട്ടൊരു ഗായകനാണ് അദ്ദേഹം. ആ കാര്യങ്ങൾ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ എല്ലാ ഷോകളിലും പങ്കെടുക്കാറുണ്ട്. ആസിഫ് കാപ്പാടായിക്കോട്ടെ, അതുപോലെ തന്നെ എല്ലാ പ്ലേബാക്ക് സിംഗേഴ്സും. പിന്നെ ഇവിടെയും എനിക്ക് കുറേ നല്ല സൗഹൃദം, നല്ല ഗായകന്മാരായിട്ടുള്ള ബന്ധങ്ങൾ, ഇപ്പോൾ പറഞ്ഞ അനീക്ക, ആഷിം പുത്തൂര്, നല്ല സൗഹൃദം, തയ്യബ്, എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പം നിങ്ങളൊക്കെ എല്ലാവരും തന്നെ ഇപ്പം നമ്മൾക്ക് വേണ്ട പരിപാടിയിലേക്ക് വളരെ സഹകരിച്ച വാഹിദ് ഭായ് ഗിറ്റാറിസ്റ്റ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. നല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ ഒരുപാട് ഒത്തുകൂടൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യം തന്നെ. ഓരോ സ്ഥലത്തും ഒരുപാട് സൗഹൃദം. ഞാൻ ഇപ്പം വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അഷറഫ് തന്നെ അത്ഭുതപ്പെട്ട് ഇത് നമ്മളെ കൊണ്ടുവന്ന അഷറഫ്, നിങ്ങൾക്ക് ഇത്രയും ബന്ധങ്ങൾ ഒക്കെ സ്പോട്ടിൽ നമുക്ക് നമ്മുടെ ദുബായില് പിന്നെ ഒരുപാട് ബന്ധം. ദുബായില് നമ്മളെ ഷൗക്കത്ത് ആദർശന്റെ ബ്രദർ അവിടെ ഇവന്റ് മാനേജ്മെന്റ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സലീം ഖാന്റെ ഇതിലുണ്ടായിരുന്ന ഒരു അജിത്ത് ഇപ്പോഴും ഓഫർ തന്നുണ്ട്, സലാം ഭായി ഇവിടെ വേണം. കാരണം നമ്മളൊരു ഇടപെടലാണ്, നമ്മളൊരു പരിചയം. ഇതിലിപ്പോ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയമുള്ളൂ, പക്ഷെ നമുക്ക് ഒരുപാട് പേരുകളും ബന്ധങ്ങളും നമുക്ക് ഒരുപാട് വിട്ടുപോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ മേഖല ഞാൻ ഒഴിവാകാതെ പിടിച്ചതും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത് ഇതിലൂടെ. ഇതുപോലെ ഒരു മേഖലയിലും ആർക്കും സന്തോഷിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാവരെയും പല റിസ്ക് എടുത്ത് സന്തോഷിപ്പിക്കുന്നു, അവരെ സന്തോഷം കണ്ട് വീണ്ടും നമ്മൾ സന്തോഷിക്കുന്നു, അവരെ ചേർത്ത് പിടിക്കലും. ഇന്ന് വരെ ഒരു പ്രയാസം എൻ്റെ ഇത്രയും വർഷത്തെ ഇതിൽ ഒരു പ്രയാസങ്ങളെല്ലാം ഉണ്ടായിട്ടില്ല. ചില സംഭവങ്ങൾ ചില സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്, അത് പല വിധത്തിൽ നമ്മൾ പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട്. എങ്കിലും പ്രത്യേകിച്ച് ഇപ്പം നാച്ചുവിനോട് ചേർന്ന് നിന്നപ്പോൾ എനിക്ക് എൻ്റെ മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ കുറേ വിട്ടുപോയി അകന്നുപോയ മാതിരി പരാതികൾ മറ്റുള്ള ആർട്ടിസ്റ്റായിട്ട് നിന്ന് വരുന്നുണ്ട്. കാരണം ഇദ്ദേഹമായിട്ടുള്ള ഒരു വല്ലാത്തൊരു അടുപ്പത്തിലൂടെ അതെന്നെ ഫുൾ ടൈം കോൺസെൻട്രേഷൻ ചെയ്ത് പോവുകയാണ്. പ്രോഗ്രാമുണ്ട് അൽഹംദുലില്ലാ, ഞങ്ങൾ ഒഴിവാക്കുന്നുള്ളൂ. നാച്ചുവിൻ്റെ ഷോ ഇവിടെ വരാൻ വേണ്ടിയിട്ട് 4 ഷോ ഒഴിവാക്കിയത് വോയിസ് ടെസ്റ്റിന് വേണ്ടി. അത്രയും ഷോ അദ്ദേഹത്തിനുണ്ട്. ഇപ്പം പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്. അപ്പോൾ ഈ ചേർന്ന് നിൽക്കലും ഈ ബന്ധങ്ങളും ഇതുമായിട്ട് പോകുന്നത്, നമ്മളെ ഈ ഒരു സൗഹൃദം കിട്ടുന്നതും ഇത്രയും നല്ലൊരു മേഖല വേറെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഇതിങ്ങനെ പോട്ടെ കാലങ്ങളോളം, നമ്മളാൽ കഴിയുമ്പോൾ ഇത് നമ്മൾ ഇതിന് ചേർന്ന് നിൽക്കുക. നാച്ചു ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതിനു വേണ്ട എല്ലാ പ്രയത്നങ്ങളും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. കൂടെ ഫിറോസ് ഖാൻ, അദ്ദേഹത്തിനെയും കൂടെ ഇനി അടുത്ത ട്രിപ്പിൽ നമുക്ക് വിദേശ രാജ്യത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പരിമിതികളുണ്ടല്ലോ. ഇപ്പം നാച്ചു എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല, അറിയുമ്പോൾ ചേർന്ന് നിൽക്കാൻ ആൾക്കാരുണ്ട്. അതാണ് നാച്ചു. മറ്റുള്ളവര് അറിഞ്ഞ് ഫെയിമായിട്ട് അവിടെ വരുന്നത്. ഇവിടെ നാച്ചു വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഷോയുടെ ഫെയിമാണ്. ഇപ്പൊ പറഞ്ഞല്ലോ മൻസൂർ ഒക്കെ ഷോ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കണ്ടു, അദ്ദേഹത്തിന്റെ ഹൗസ്മാമിനൊക്കെ നാച്ചു പാടിയിട്ടുണ്ട്, പക്ഷെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ടതോടെ ഓരോരുത്തരും മനം കവരുകയാണ്. അത് ഓരോരുത്തർ പറയാണ്, ഇത് പറയിപ്പിക്കലല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു കഴിവുള്ള ഒരു സിംഗർ അത് നാച്ചുവിനാണ്. അത് നാച്ചുവിൻ്റെ പെരുമാറ്റമാണ് മെയിൻ. അതിലിപ്പോൾ തന്നെ സിംപിൾസിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റേജിൽ വേറൊരു വൈബാണ്. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. അത് ആ പ്രോഗ്രാമിനോടുള്ള മൂപ്പര ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമാണ്. അതിന് ഞാനും ഫിറോസ് കെയും ചെയ്യുന്ന ബന്ധങ്ങൾ, അതിനു വേണ്ട എഫേർട്സ്, അതിൻ്റെ വിജയം. അതുപോലെ തന്നെയാണ് നാച്ചുവിനെ വെച്ചിട്ട് കോഴിക്കോട് ഞങ്ങൾ സൗഹൃദ വലയം ഒരുക്കിയ നാച്ചു മേരെ ദില്ലേ പുക്കാരെ എന്ന് പറഞ്ഞ ടൈറ്റിലോടെ നാച്ചു ഷോ കോഴിക്കോട് ബട്രോഡ് ബീച്ചിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ 20 നടത്തിയത്. അതിൻ്റെ മെയിൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. നമ്മൾ ടീംസ് ഉണ്ട്. അന്ന് നവംബറിലാണ് ഖത്തറിലായിരുന്നു. ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയത് മുതൽ ഞങ്ങൾ 3 മാസം വർക്ക് ചെയ്ത് പക്ക 100% വിജയം
എന്ന് തന്നെ പറയാം. അപ്പോൾ സിയാസ് നേരിട്ട് അനുഭവിച്ചത് അതിന്റെ സ്റ്റേജ് ലൈറ്റ് സൗണ്ട്സ് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ഞാനും അതിന്റെ ഓഡിയോ സെക്ഷൻ വീഡിയോ ഫിറോസ്കയും ബാക്കി സപ്പോർട്ട്സിന് ഫ്രണ്ട്സുകളും 6 lakh rupees നമുക്ക് നാച്ചുവിന് വേണ്ടി ഫണ്ട് വന്നതാണ് പരിപാടി. ഗൾഫിൽ നിന്നും അത് ഒരു കലാകാരനും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഫണ്ട് വന്നൊരു പരിപാടി. ഞങ്ങൾ അത് 5 something 6 ഞങ്ങൾ ചെലവാക്കിയിട്ട് തന്നെ ചെയ്തു. അന്ന് മെയിൻ കോഴിക്കോട് മെയിൻ ബീച്ചിൽ റോഡ് സ്റ്റേജിൽ ഞങ്ങൾക്ക് തന്ന സ്റ്റേജിൽ അവിടെ MG സുകുമാറും സ്റ്റീഫൻ ദേവസിന്റെ ഷോ. പക്ഷെ പാർട്ടിയുടെ രാഷ്ട്രീയ ഇത് കാരണം ഞങ്ങൾ ബെറ്റർ റോഡിൽ മാറി. പക്ഷെ അന്നും ഏറ്റവും മികച്ച പരിപാടി. നിങ്ങൾക്ക് അനുഭവം നിങ്ങളാ പറയേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ അനുഭവം ഇപ്പോഴും ആ നാച്ചുക്കാൻ്റെ ലൈറ്റിംഗിൽ ഒരു ഇരുത്തുണ്ട് ഫ്രണ്ടിലേക്ക്. അത് ഭയങ്കരമായൊരു ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായ ഒരു ഇരുത്തം. പിന്നെ ആ ഒരു പാട്ടും മേരെ ദില്ലി പൂക്കാരെ, അതുകൊണ്ട് ആ ഒരു പാട്ട് കുറെ കൂടെ ജനകീയമാക്കിയത് മലബാർ ഏരിയയിൽ ഇപ്പോൾ നാച്ചു ആണെന്നുള്ള എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതിലൊരു സംശയമില്ല. നിങ്ങൾ എവിടെ ചെന്നാലും പറയും അത് 2 പ്രാവശ്യം പാടണം. നമുക്ക് ആ ഒരു പാട്ടിലൂടെ 3 പ്രാവശ്യം പാടിച്ച വേദികളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത പാട്ടിലേക്ക് അതിലേക്കാണ് പോകേണ്ടത്. തീർച്ചയായും എന്തായാലും നമ്മളെ ഈ ഒരു ഇങ്ങനെ ഒരു അവസരം വന്ന് നമ്മളെ ക്ഷണിച്ച 1-to-1 മീഡിയനോട് എന്നും നമ്മൾ തീർച്ചയായിട്ടും ഇത് ലോകം മുഴുവൻ കാണാനും അറിയിക്കാനും സാധിക്കട്ടെ. എന്നും നമ്മളുടെ സപ്പോർട്ട് തിരിച്ചങ്ങോട്ടും ഇനിയും ഇവരുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് നാച്ചുവിന് വേണം എന്ന് അഭ്യർത്ഥിക്കാം. तू नहीं तो इर्त ये हवा क्या करूं तू नहीं तो इर्त ये हवा क्या करूं दूर तुझसे मैं रह के बता क्या करूं सुना सुना है जहां अब जाऊं मैं कहाँ बस इतना मुझे समझ जा भीगा भीगा है समा ऐसे में है तो कहाँ मेरा दिल पुकारे आजा मेरे गम के सहारे आजा भीगा भीगा है समा ऐसे में है तो कहाँ मेरा दिल पुकारे आजा. നാച്ചുക, അപ്പോൾ ഒരു രക്ഷയുമില്ല. അന്ന് സ്റ്റേജിൽ കേട്ടു, ബെറ്റർ റോഡിൽ കേട്ടു. ഇപ്പം നമുക്കായി പാടി തന്നപ്പോൾ അതിൻ്റെ റേഞ്ച് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷവേളയിൽ നമ്മുടെ ഓഡിയൻസിന് വളർന്നു വരുന്ന കലാകാരന്മാർക്ക് നാച്ചുക്കാൻ്റെ വകയുള്ള എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും പിന്നെ നമ്മളൊരു ഓഡിയൻസിനോട് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു കലാകാരന്മാരോട് പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പിന്നെ എന്താണ് അതിന് പറയുക അറിവ് കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും എനിക്കില്ല. എന്നാലും ഞാൻ വളർന്നു വരുന്ന കലാകാരന്മാരോട് പ്രത്യേകം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാൻ നാച്ചുവിനെ കണ്ടുപിടിക്കുക. നാച്ചുവിനെ പോലെ നാച്ചു. കാരണം ഏതൊരു വേദിയിൽ ചെന്നാലും മറ്റു കലാകാരന്മാരെ കണ്ടാൽ നാച്ചു പിന്നോട്ടാണ്, ഇവിടെ നേരെ ഇടിച്ച് കയറ്റാണ്. അതാണ് നമുക്ക് ആർക്കും അവരോട് ഈഗോ ഒരു പ്രയാസവും ഇല്ലാതെ മാക്സിമം ചേർന്ന് നിൽക്കുക. ഒരാളെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ 100 പേരുണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കലാകാരൻ. ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും പിന്നെ നിങ്ങളുടെ പിന്നെ സപ്പോർട്ട്സുകളാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഇനിയും ഒരുപാട് പിന്നെ മുന്നോട്ട് നീങ്ങാൻ ഇൻഷാ അല്ലാ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടുകൾ ഉണ്ടാവണം. 1-to-1 മീഡിയക്കും പിന്നെ അതുപോലെ തന്നെ ഷിയാസ് ഭായ്, സലാംക്ക എല്ലാവരോടും നന്ദി, സന്തോഷം, കടപ്പാടും അറിയിച്ചു കൊണ്ടിട്ട് പിന്നെ സ്പെഷ്യൽ ചെയ്തിട്ട് ഞാൻ ആരോടും ഇതുവരെ ഒരു പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ പിന്നോട്ടാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട്സ് തീർച്ചയായിട്ടും അതിൽ ഉണ്ടാവണം. നാച്ചു കാലിക്കറ്റിൻ്റെ പേരിലുള്ള എല്ലാ സോഷ്യൽ യൂട്യൂബ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പിന്നെ ഇൻസ്റ്റാ, ഫേസ്ബുക്കിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്സുകളും കമൻസുകളും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും. അപ്പം ഇൻഷാ അല്ലാ സലാം ഖാനോടും നച്ചു ഖാനോടും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം നാളെയും നിങ്ങൾക്ക് ഇവിടെ ഖത്തറിൽ പ്രോഗ്രാം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ആ ഒരു റിഹേഴ്സലിൻ്റെ ഇടയിലാണ് വിളിച്ചപ്പോൾ രണ്ടുപേരും ഇവിടെ എത്തിയിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ രണ്ടുപേരോടും 1-to-1 മീഡിയയുടെ താങ്ക്സ് പറയുന്നു എല്ലാവരോടും.